പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക ജെൻഡർ ബജറ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സൗദാമിനി അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ.ജെ. അമൽദാസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ. സിന്ധു അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞകാല പദ്ധതികൾ കൃത്യമായും ഏറ്റവും ഭംഗിയായും നിർവഹിക്കുവാൻ കഴിഞ്ഞതും എല്ലാ മേഖലകളെയും പരിഗണിച്ചും സ്പർശിച്ചുകൊണ്ടും നടപ്പാക്കിയ പദ്ധതികൾ സമൂഹത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാക്കുന്നതിനും അതുവഴി തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരമടക്കം നേടുന്നതിനും സഹായിച്ചു എന്ന് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഉൾക്കാഴ്ചയോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഭരണസമിതിയും കൃത്യതയോടെ അത് പ്രാവർത്തികമാക്കിയ നിർവഹണ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അഭിനന്ദിച്ചു. 39,54,46,387 രൂപ വരവും 39,41,38,000 രൂപ ചെലവും 13,08,387 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 1 കോടി, പാർപ്പിട മേഖലയ്ക്ക് 2.25 കോടി, പട്ടികജാതി ക്ഷേമം 96.40 ലക്ഷം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 19 കോടി, വനിതാ ശാക്തീകരണം, സംരംഭക സൗഹൃദ പദ്ധതികൾ 35 ലക്ഷം, ആരോഗ്യമേഖല ആരോഗ്യം ആനന്ദം 50 ലക്ഷം, ഭിന്നശേഷി സൗഹൃദം 76 ലക്ഷം, കൂടാതെ വിദ്യാഭ്യാസം, സാംസ്കാരികം, യുവജനകാര്യം, വയോജന സൗഹൃദം, മത്സ്യവികസനം, ശിശുവികസന, സാമൂഹ്യനീതി, ജൈവ വൈവിധ്യപരിപാലനം, അടിസ്ഥാന വികസന സൗകര്യം, കുടിവെള്ളം, ശുചിത്വം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലഹരി നിർമ്മാർജ്ജനം അടക്കമുള്ള എല്ലാ മേഖലകളിലേക്കും തുക വകയിരുത്തിയ സമഗ്ര ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടീച്ചർ, ബിനീഷ മുസ്തഫ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ബജറ്റ് ചർച്ചയ്ക്കായി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ടി. രാമദാസ് മാസ്റ്റർ, പി. നൂറുദ്ദീൻ, പി. അജയൻ, റംഷീന എച്ച്, ഷിഹാബ് കെ.സി, റീസ പ്രകാശ്, കരുണാകരൻ വി. എന്നിവർ പങ്കെടുത്തു. ചർച്ചകളിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് മറുപടി പറഞ്ഞു. ശേഷം ഐക്യകണ്ഠേന ബജറ്റ് അംഗീകരിച്ചു പാസാക്കി ഇഫ്താർ സംഗമവുമുണ്ടായി.